നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇതാരേ വന്നിരിക്കുന്നേ? അമ്മേ, അച്ഛാ, അമൃതേർത്തി, ഇതാരേ വന്നിരിക്കുന്നെന്ന് നോക്കിക്കേ. അല്ല, ശ്യാമയ്ക്ക് സുഖാണല്ലോ അല്ലേ? അതെ, സുഖ. നോക്കിയേ. അയ്യോ, ബാൻഡേജ് ചുറ്റിയിരിക്കാണോ? ഓ, ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചേ? അതാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ പറ്റിയെന്ന്? അത് എന്നോടാണോ ചോദിക്കുന്നേ? അതെ. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത് ചെയ്ത്? എന്ത് നേട്ടത്തിന് വേണ്ടിയാ ശ്യാമയെ വണ്ടി ഇടിപ്പിച്ചെന്ന്? അച്ഛാ, ഈ അഖി എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇത്? ശ്യാമയ്ക്ക് എന്താ പറ്റിയേ? അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അഖിക്ക് അമ്മയോടും എന്നോടൊക്കെ നല്ല വാശിയുണ്ടെന്ന് എനിക്കറിയാം. അതിന് വെറുതെ ഇങ്ങനെ വന്ന് ഒരു സീൻ ഉണ്ടാക്കരുത്. എന്റെ കാര്യം പോട്ടെ, നമ്മുടെ അമ്മയെ വെറുതെ വിഷമിപ്പിക്കരുത്. എന്തായാലും അഖീം ശ്യാമയെ നേരിട്ട് വന്നിങ്ങനൊരു കാര്യം, അതും ഐശ്വര്യോട് ചോദിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അരുൺ പറഞ്ഞു വരുന്നത് എന്താ? ശ്യാമയെ ബൈക്ക് ഇടിപ്പിച്ചത് ഞാനാണെന്നാ? ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ബോധ്യേ. ഇവളെ ബൈക്ക് ഇടിച്ച കാര്യം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഐശ്വര്യയുടെ അടുത്ത് എങ്ങനെയാ അത് മനസ്സിലാക്കിയേ ശ്യാമ ഇടിച്ചത് ബൈക്കാണെന്ന്? അത് പിന്നെ അഖി മുന്നേ പറഞ്ഞില്ലേ വണ്ടി ഇടിച്ചതാണെന്ന്. അങ്ങനെ വണ്ടി ആവുമ്പോ അത് ബൈക്കാവും. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വരൂ. ഐശ്വര്യ, നീ വെറുതെ ഉരുണ്ട് കളിക്കരുത്. സത്യം പറയും, എന്തിനു വേണ്ടിയാ നീ ഇത് ചെയ്യിച്ചേ? ഐശ്വര്യ, ശ്യാമയോട് വാശിയുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണോ അത് തീർക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഐശ്വര്യ പാപമല്ലേ? ഇപ്പൊ ഇവിടെ വെച്ച് സത്യം പറയണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. സത്യം പറയാം. അച്ഛാ, ബൈക്ക് എടുപ്പിച്ചത് സത്യം തന്നെയാ. അത് അമ്മ പറഞ്ഞിട്ടാ. അമ്മ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.